നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാഹനങ്ങളിലെ ബ്രേക്ക് സിലിണ്ടറിനെ പറ്റിയാണ്. ഈ കാണുന്ന വാഹനത്തിൻ്റെ ഇത് ഓട്ടോറിക്ഷയാണ്. ഓട്ടോറിക്ഷയിൽ വരുന്ന ബ്രേക്കിൻ്റെ മാസ്റ്റർ സിലിണ്ടറിൻ്റെ ഒരു കംപ്ലൈൻ്റാണ് എടുത്ത് കാണിക്കുന്നത്. ഈ ഒരു കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ കാലക്രമേണ ബ്രേക്കിൻ്റെ ക്ഷമത നഷ്ടപ്പെടുകയും മാസ്റ്റർ സിലിണ്ടർ കംപ്ലൈൻറ്റ് വരുവാനായിട്ടുള്ള സാധ്യതയും കൂടുതലാണ്. ഇത് വീഡിയോ ചെയ്യുവാനായിട്ടുള്ള കാരണമെന്നത് ഇപ്പോൾ മാസ്റ്റർ സിലിണ്ടറിൻ്റെ ക്യാപ്പ് തുറന്നപ്പോൾ കണ്ടത് ഫ്ലൂയിഡ് ചുവപ്പുമല്ല കറുപ്പുമല്ലാത്ത പരുവത്തിലാണ് ഉള്ളത്. ഇതിനുള്ളൊരു പ്രധാന കാരണമെന്ന് പറയുന്നത് സാധാരണ ഈ വാഹനങ്ങളിലെല്ലാം TVSൻ്റെ ചുവന്ന ഫ്ലൂയിഡാണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ ഇപ്പോൾ കാണുന്ന രീതിയിൽ വാഹനത്തിൻ്റെ കിറ്റിലോട്ട് വരുന്ന ലൈന്, അതായത് മാസ്റ്റർ സിലിണ്ടറിൻ്റെ ഉള്ളിലെ കിറ്റിലോട്ട് വരുന്ന ലൈന് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ഈ കാണുന്ന പുറത്തുള്ള ബൂട്ട് ഇളക്കിയപ്പോൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് ബൂട്ടിൻ്റെ ഉള്ളിൽ പൊടി കയറി അടഞ്ഞ അവസ്ഥയിലാണ്. അതുമല്ല, ബൂട്ടിൽ പെയിൻറ്റും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വരുന്ന സമയത്ത് ഇതുപോലെ കാലക്രമേണ പെയിൻറ്റും പൊടിയും മാസ്റ്റർ സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് പോകുവാനും സിലിണ്ടറിൻ്റെ കിറ്റ് കംപ്ലൈൻറ്റ് വരുവാനുമായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ഒരു കാര്യം പലരും ശ്രദ്ധിക്കാറില്ല എന്നതാണ് സത്യം. അതുകൂടാതെ തന്നെ ഓട്ടോറിക്ഷകൾ വർഷം തോറും ടെസ്റ്റ് ഉള്ളതിനാൽ CF ടെസ്റ്റ്, RTOയുടെ CFൻ്റെ ടെസ്റ്റ് ഉള്ളതിനാൽ പെയിൻറ്റ് ചെയ്യാറുണ്ട്. അത് ഇന്നർ പോർഷനും ഔട്ടർ പോർഷനും ഈ കാണുന്ന രീതിയിൽ സിലിണ്ടറിൻ്റെ ഫുൾ പോർഷനെല്ലാം പെയിൻറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് മാസ്റ്റർ സിലിണ്ടർ ലീക്ക് വന്നാൽ കൂടിയും പെട്ടെന്ന് അത് ഏത് ഭാഗത്തുനിന്ന് വരുന്നെന്ന് കണ്ടുപിടിക്കാനും സാധ്യത വളരെ കുറവാണ്. പലരും ചെയ്യുന്നൊരു രീതി, ഇങ്ങനെ വരുന്ന സമയത്ത് ഈ ബൂട്ട് അഴിച്ച ശേഷം അവിടെ കുറച്ച് ഗ്രീസ്, അത് നല്ല ഗ്രീസ് പോലും ആവണമെന്നില്ല, ആ ഭാഗത്ത് കുറച്ച് ഗ്രീസ് എല്ലാം അപ്ലൈ ചെയ്ത് കൊണ്ടുപോവാറാണ് പതിവ്. ഗ്രീസ് അപ്ലൈ ചെയ്യുന്ന കാര്യം പൊടിയൊന്നും ഇറങ്ങാതെ ഇരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നാൽ നല്ലൊരു വേസ്റ്റ് തുണിയെടുത്ത് ഈ പൊടിയെല്ലാം തുടച്ച ശേഷം, ഗ്രീസെല്ലാം തുടച്ചു മാറ്റിയ ശേഷം അവിടെ ഗ്രീസ് അപ്ലൈ ചെയ്യാവുന്നതാണ്. പലരും അത് ശ്രദ്ധിക്കാറില്ല എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇതിൽ പറ്റുന്നൊരു പ്രശ്നം, മാസ്റ്റർ സിലിണ്ടർ കംപ്ലൈൻറ്റ് വന്നാലോ ഇതുപോലെ പെയിൻറ്റ് അല്ലെങ്കിൽ പൊടിയും പൊളിഞ്ഞളവി ഇതിൻ്റെ ഉള്ളിലോട്ട് പോയാൽ പോലും അറിയാൻ പറ്റാത്തൊരവസ്ഥ വരും. കാലക്രമേണ കിറ്റ് കംപ്ലൈൻറ്റ് വരുവാനും ബ്രേക്കിൻ്റെ ക്ഷമത നഷ്ടപ്പെട്ട് മാസ്റ്റർ സിലിണ്ടർ മൊത്തത്തിൽ റീപ്ലേസ് ചെയ്യേണ്ട ഒരവസ്ഥ വരികയും ചെയ്യും. അതുകൊണ്ട് വാഹനം ടെസ്റ്റ് വർക്ക് ചെയ്യുന്ന സമയത്ത് പരമാവധി മാസ്റ്റർ സിലിണ്ടർ അഴിച്ച ശേഷം അല്ലെങ്കിൽ അതിൻ്റെ ഭാഗം പെയിൻറ്റ് പറ്റാതെ കവർ ചെയ്ത ശേഷം പെയിൻറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അതുകൂടാതെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഓരോ വാട്ടർ സർവീസ് ചെയ്യുന്ന സമയത്തും ഈ കാണുന്ന മാസ്റ്റർ സിലിണ്ടറിൻ്റെ പോർഷൻ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കണം. ഇപ്പോഴും ചില വാഹനങ്ങളിൽ വാഹനത്തിൻ്റെ ഫ്ലൂയിഡ് റീപ്ലേസ് ചെയ്യാതെ ഓടുന്നുണ്ട്. നിങ്ങളുടെ വാഹനത്തിൻ്റെ ഫ്ലൂയിഡും റീപ്ലേസ് ചെയ്യാൻ ടൈമായിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും റീപ്ലേസ് ചെയ്യുന്നതാണ് നല്ലത്. ഈ ഒരു കാര്യം എല്ലാ വാഹന ഉടമകളും പ്രത്യേകം ശ്രദ്ധിക്കണം.